ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോമ്പാക്റ്റ് പൗഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മലയാളത്തിലൊക്കെ ആദ്യമായിട്ട് ഞാനായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഡെയിലി ലൈഫ് ഫോറെവർ 52ൻ്റെ പ്രൊഫഷണൽ 2-way കേക്ക് കോമ്പാക്റ്റ് പൗഡറാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 699 രൂപയാണ്. പക്ഷേ ചില ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓഫറിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് കണ്ടില്ലേ, ഇതുപോലുള്ളൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പാക്കേജിങ് ആണ്. കാർബോ ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. അതിലെല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ആയാലും എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷ് വരുന്നത് ഒരു സാറ്റിൻ മാറ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്, ഒരു ക്രീം ടൈപ്പിൽ വരുന്ന ഒരു ഫോർമുലയാണ് ഈ ഒരു കോമ്പാക്റ്റ് പൗഡറിൻ്റേത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് A005 പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതെനിക്ക് കുറച്ചൊരു ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് ഫൗണ്ടേഷനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോമ്പാക്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊരു ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോമ്പാക്റ്റാണ്. മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ട് അതിനൊരു ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു കോമ്പാക്റ്റാണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ലൊരു ഡീസൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരു പാക്കേജിംഗ് ആണ്. ഓക്കെ ഒക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഇന്നർ പാക്കേജിങ് വന്നിട്ട് ഈ ഒരു രീതിയിലാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്ങിൽ ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ട് അത്യാവശ്യം നമ്മുടെ മാക്കിൻ്റെ ആ ഒരു കോമ്പാക്റ്റിൻ്റെ ഒക്കെ ഒരു രീതിയിൽ വരുന്ന ഒരു പാക്കേജിങ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഒരു പാക്കേജിങ് വന്നിട്ട്. നല്ലൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പാക്കേജിങ് ആണ്. ഇതിൻ്റെ കവറേജിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു മീഡിയം കവറേജൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യും. ഫേസ് അങ്ങനെ ഒരു കേക്കി ആയിട്ടുള്ളൊരു ഫീലൊന്നും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. അതുപോലെ തന്നെ ഫേസിൽ എനിക്ക് ചില കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പിമ്പിൾസ് രീതിയിലൊക്കെ അങ്ങനെ വരാറുണ്ട് കോമ്പാക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം ഈ ഒരു കോമ്പാക്റ്റിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കോമ്പാക്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തോട്ടായിട്ട് ഇതുപോലുള്ളൊരു സ്പഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ആ സ്പോഞ്ച് അല്ല, കാരണം ഇത് എൻ്റെ കയ്യിലുള്ള സ്പോഞ്ച് വെച്ചതാണ് കേട്ടോ. അത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് അല്ലാത്തത് കൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മിററും കാര്യങ്ങളും അതും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പാക്റ്റ് ആണ്. പിന്നെ ചില കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടി പാറില്ല, അതുപോലെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അതിൽ നിന്ന് വിട്ടുപോരുന്ന ആ ഒരു ടൈപ്പ് കോമ്പാക്റ്റ് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു ക്രീം ടൈപ്പ് ഫോർമുല ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് 12 ഗ്രാമാണ് കേട്ടോ. ചില കോമ്പാക്റ്റൊക്കെ 9 ഗ്രാം ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇത് 12 ആണ് ഉള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഒരു കോമ്പാക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് നിങ്ങളുടെ കയ്യിൽ ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഷെയ്ഡ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കട്ടെ. നിങ്ങളുടെ ഷെയ്ഡ് ഏതാണോ അതായിരിക്കും നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇതുപോലെ ലൈറ്റ് ഷെയ്ഡൊന്നും വാങ്ങിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അത് ഒട്ടും സൂട്ടാവാത്ത പോലെ തോന്നും. ഫേസിലൊക്കെ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഒരു കോമ്പാക്റ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു ഫീലൊന്നുമില്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് തരുന്നത്.